തന്നെ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. പരിശുദ്ധത്തിനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, കൂട്ടിവരുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. വചനം പഠിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങൾ ഓരോരുത്തരും സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ സാന്നിധ്യം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളും അടുത്ത് വിരിക്കുമാറാണ് പ്രാർത്ഥിക്കുന്നു. നിന്റെ രക്തത്താൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അവരുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ഈ മുറിയിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും നിന്റെ രക്തത്താൽ സാങ്ക്ടിഫൈ ചെയ്യുന്നു. മഹത്വം ക്രൂശിനെ കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. സ്തോത്രം. നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു വന്നത് വിഷയം റോമാലേഖനത്തെ ആസ്പദമാക്കി ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന ഉപദേശം. ഇത് മുന്നോട്ട് പോകും തോറും വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഡീൽ ചെയ്യേണ്ടി വരും. അതൊക്കെ വളരെ വളരെ പ്രാർത്ഥനയോട് കൂടിയിരുന്നാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു ജയം കിട്ടുകയുള്ളൂ. ഞാനൊരു ഉപദേശത്തെ അല്ലെങ്കിൽ വ്യക്തിപരമായ എൻ്റെ ഒരു വ്യക്തി താല്പര്യത്തെ അല്ല ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ആകെ മട്ടമനം ഇളങ്ങി മറിഞ്ഞു കിടക്കുന്ന സ്ഥലത്താണ് അതിനെ വീണ്ടും ഒന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്യുമെന്നൊക്കെ ആണ് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പെട്ടെന്ന് ചിന്തിച്ചു പോയതായിരുന്നു ഈ റോമാ ലേഖനത്തിൻ്റെ തീം എന്താണെന്ന്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്, നിങ്ങളൊരു ലേഖനമോ ഒരു സുവിശേഷമോ എടുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ മൊത്തത്തിലുള്ള തീം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അല്ലാണ്ട് ഒരു പ്രത്യേക ഇവിടുന്ന് ഓരോ വാക്യങ്ങൾ എടുത്താൽ വളരെയധികം തെറ്റായ ഉപദേശങ്ങളിലേക്ക് അത് ഡൈവേർട്ട് ചെയ്യാൻ ഇടയായിട്ട് വരും. അപ്പോൾ ആരാണ് ലേഖനം എഴുതിയിരിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് എഴുതിയിരിക്കുന്നത്, അതിൻ്റെ തീം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ റോമ ലേഖനത്തിൻ്റെ തീം ഇതാണ്: യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ മാനവരാശിയുടെ സൗജന്യ നീതീകരണം, അല്ലെങ്കിൽ ഫ്രീ ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ത്രൂ ദ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഇതാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം ഇതിനെ ബേസ് ചെയ്തായിരിക്കും എല്ലാ ക്ലാസ്സുകളും മുന്നേറുന്നത്. ജസ്റ്റിഫിക്കേഷൻ എന്ന വേർഡിൻ്റെ അർത്ഥം ദൈവത്താൽ നീതീകരിക്കപ്പെടുവാൻ ഒരാളെ നീതിമാനാക്കുക അല്ലെങ്കിൽ ഒരുക്കുക. മേക്കിംഗ് സമ്മൺ റൈഷ്യസ് ടു ബി ജസ്റ്റിഫൈഡ് ബൈ ഗാഡ്. അത് ഞാൻ പറഞ്ഞിരുന്നു, ഒരു ജുഡീഷ്യൽ വേയിലാണത്. ആമേൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമപരമായ രീതിയിൽ ഒരു കോടതിയിൽ ഒരു കുറ്റവാളി കൊണ്ട് നിർത്തിയിട്ട് വിസ്തരിക്കുമ്പോൾ അദ്ദേഹം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് കുറ്റവിമുക്തനാക്കുന്ന ഒരു രീതിയിലാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. നീതീകരണം എന്ന ഗ്രീക്ക് പദം ഉപയോഗിച്ചിരിക്കുന്നത് ഡിക്കയോസിസ് എന്ന പദം. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, എങ്ങനെയാണ് ചാപ്റ്റേഴ്സ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് ചിന്തിച്ച സമയത്ത് ഈ വീഡിയോ പലരും അല്ലെങ്കിൽ ക്ലാസ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ കണ്ടില്ല എന്ന് പറയാൻ ഇടയായിത്തീർന്നു. കാരണം ഇടയ്ക്ക് വെച്ച് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം വന്നു. അതുകൊണ്ട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചുകൊണ്ട് വളരെ വ്യക്തമായ ധാരണ നിങ്ങളെല്ലാവരുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കൊരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26 തുടങ്ങി 28 വാക്യങ്ങളിലാണ് ക്രിയേഷൻ്റെ പ്ലാനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അനന്തര ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ഒരു മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പറവജാതിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ വിഴയുന്ന എല്ലാ ഇഴജാതിയുടെ മേൽ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. എന്നാൽ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിലാണ് ദൈവം എങ്ങനെയാണ് ക്രിയേഷൻ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തതെന്ന് എഴുതിയിരിക്കുന്നത്. യഹോവ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മുതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പോൾ ആദ്യത്തെ പ്ലാനില് ഈ ഔട്ടർ ബോഡി ആയിരിക്കുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ അടങ്ങുന്ന ബോഡിയെ മാത്രം പൊടിയിൽ നിന്ന് നിർമ്മിച്ചിട്ട് ദൈവത്തിന്റെ മൂക്കിൽ നിന്ന് വായിൽ നിന്ന് വന്ന ജീവശ്വാസമാണ് അവനെ ജീവനുള്ള ദേഹിയാക്കി തീർക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവന്റെ ഇന്നർ മാന്, അവന്റെ പ്രാണനും ആത്മാവും അടങ്ങുന്ന, അതായത് ബോഡി മെറ്റീരിയൽ തിങ് ആണ്, എന്നാൽ സോളും സ്പിരിറ്റും എന്ന് പറയുന്നത് ഇമ്മെറ്റീരിയലാണ്, സ്പിരിച്വലാണ്. ബോഡി എന്ന് പറയുന്നത് ഫിസിക്കലാണ്, മെറ്റീരിയലാണ്, എന്നാൽ ടാഞ്ചബിൾ ആണ്. എന്നാൽ സോൾ സ്പിരിറ്റ് എന്ന് പറയുന്നത് ടാഞ്ചബിൾ അല്ല, അത് സ്പിരിച്വൽ ആണ്. ഈ കാര്യം പറഞ്ഞ സമയത്ത് കഴിഞ്ഞ ദിവസം ഞാനൊരു മനുഷ്യന്റെ ആത്മാവിനെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആദാമിന്റെ വീണുപോയ ആത്മാവിനെ അല്ല മനുഷ്യർക്ക് നൽകുന്നത്. ഓരോ മനുഷ്യനും അവന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന സമയത്ത് ഓരോ ആത്മാവിന് നൽകുന്നതെന്ന് സഭാപ്രസംഗിയുടെ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെ കുറിച്ചുകൊണ്ട്
ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, സംശയമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ അതിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്ന ഇതിൽ നിന്നും ഒരു വ്യക്തി ഒരു ക്വസ്റ്റ്യൻ ഉയർത്തിരുന്നു, ഫസ്റ്റ് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് കൊണ്ടൊക്കെ. അപ്പോൾ നമുക്ക് ആ കാര്യം ചിന്തിക്കാം. ഇവിടെ 12-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം, പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അപ്പൊ ഫസ്റ്റ് ക്രിയേഷനെ കുറിച്ച് കൊണ്ട് നാം പറഞ്ഞത്, നിലത്തെ പൊടിയിൽ നിന്ന് മനുഷ്യന്റെ ഔട്ടർ ബോഡിയെ ഉണ്ടാക്കിയിട്ട് അവന്റെ മൂക്കിലേക്ക് ജീവശ്വാസം മൂതിയപ്പോൾ, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടതായിട്ടുള്ള ജീവശ്വാസം മൂതിയപ്പോൾ അവൻ ജീവനുള്ള ദൈവമായി തീർന്നെന്നാണ്. അപ്പോൾ പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ ആത്മാവ് അതിന് നൽകിയ ദൈവത്തിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ച് വലിയൊരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റ് ആണ്. ആമേൻ. ആത്മാവിനെ എപ്പോഴാണ് നൽകുന്നത്? ഈ ഒരു കാര്യത്തിൽ നമുക്ക് പല കാര്യങ്ങളൊന്നും ചിന്തിക്കാനുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ട് കുറേ അധികം നേരം സംസാരിക്കേണ്ടി വന്നു. ഞാൻ അദ്ദേഹത്തെ ഇന്ന് ക്ലാസ്സിന് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഒരു പക്ഷേ ഡ്യൂട്ടിയിലായിരിക്കാം, അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല. അപ്പോൾ പല കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തു. ഇന്ന് നമുക്ക് അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞിരുന്നു, ഫസ്റ്റ് മെസ്സേജിൽ നിങ്ങൾക്ക് അയച്ചിരുന്നു. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ടൈമിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പലരുടെയും ശ്രദ്ധ ഡൈവേർട്ടായി പോവുകയുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്നെ പേഴ്സണലായിട്ട് കോൺടാക്ട് ചെയ്യാം. അങ്ങനെയാണ് അദ്ദേഹം കോൺടാക്ട് ചെയ്തിരുന്നത്. എന്നെ അറിയുന്നതും നമ്മളെല്ലാവരും അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ആത്മാവ് ഫസ്റ്റ് ക്രിയേഷനെ കുറിച്ച് കൊണ്ട് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, നിലത്തെ പൊടിയിൽ നിന്നും മനുഷ്യന്റെ ഔട്ടർ ബോഡിയെ നിർമ്മിച്ചു. സോളും സ്പിരിറ്റും ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവശ്വാസമാണ് ക്രിയേറ്റ് ചെയ്തത് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തീർക്കും. എന്നാൽ ഇന്ന് എങ്ങനെയാണ് ഫസ്റ്റ് മനുഷ്യൻ, ഒന്നാം മനുഷ്യനായ ആദാമിനെ കുറിച്ച് അങ്ങനെ സംഭവിച്ചു. എന്നാൽ ആദാമിൽ നിന്നാണ് അവയെ സൃഷ്ടിച്ചത്. ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായ ഒരു വചന തെളിവുകളുണ്ട്. എന്നാൽ ഇന്ന് എങ്ങനെയാണ് ഇന്നത്തെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ഉരുവാകുമ്പോൾ അതിനകത്ത് എപ്പോഴാണ് ആത്മാവ് വരുന്നത്? അല്ല ആദാമിന്റെ ആത്മാവ് തന്നെയാണ് വരുന്നത്? ഈ വക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അല്പമായിട്ട് ചിന്തിക്കണം. അപ്പോൾ മനുഷ്യന്റെ ഡെവലപ്മെന്റ് വരുന്ന സമയത്ത് നമുക്ക് ഉള്ളിടത്തെ രേഖകളിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ജുഡായിസം അല്ലെങ്കിൽ യഹൂദ മതാനുസാരം അവരെന്താ പറയുന്നതിന് ഒരു കാര്യമുണ്ട്. അവര് പറയുന്നത് ദൈവത്തിന്റെ ആത്മാവ് ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമിയിലോട്ട് വന്നിട്ട് അത് ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ മാത്രമേ അതിനകത്തൊരു ആത്മാവ് പ്രവേശിക്കുന്നുള്ളൂ. അവർ റെഫറൻസ് കൊടുക്കുന്നത് ഉൽപ്പത്തിയുടെ 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ എങ്ങനെയായിരുന്നു? നിലത്ത് പൊടിയിൽ നിന്ന് മനുഷ്യൻ നിർമ്മിച്ചിട്ട് അവന്റെ മൂക്കിൽ ജീവശ്വാസം മൂതി അപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. അപ്പൊ അവര് അതിനോടും ഈ പുറപ്പാട് പുസ്തകത്തിന്റെ 21-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ തമ്മിൽ ശണ്ട കൂടിയിട്ട് ഗർഭിണിയായ ഒരു സ്ത്രീയെ അടിച്ചതിനാൽ ഗർഭം അലസിയതല്ലാതെ അവൾക്ക് മറ്റൊരു ദോഷവും വന്നില്ലെങ്കിൽ അടിച്ചവൻ ആ സ്ത്രീയുടെ ഭർത്താവ് ചുമത്തുന്ന പിഴ കൊടുക്കണം, ന്യായാധിപന്മാർ വിധിക്കും പോലെ അവൻ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഗർഭം അലസി അബോർഷൻ നടന്നു എന്ന് അവര് പറയുന്നത് എന്താ? അപ്പോൾ ആ ശിശു ഒരു മനുഷ്യനെ പോലെ കണക്കിടുന്നില്ല. ഒരു മർഡർ നടന്നിട്ടില്ല, അല്ലെങ്കിൽ ഒരു കൊലപാതകം നടന്നിട്ടില്ല. അതുകൊണ്ട് അവന് പഴയ നിയമത്തിന്റെ അടിസ്ഥാന ഉപദേശം എന്താണ്? കണ്ണിന് പകരം താഴ്ത്തു വായിക്കുമ്പോൾ നമുക്കറിയാം, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്, കൈക്ക് പകരം കൈ, കാലിന് പകരം കാല്, പൊള്ളലിന് പകരം പൊള്ളൽ, മുറിവിന് പകരം മുറിവ്, തിണർപ്പിന് പകരം തിണർപ്പ്. ഇങ്ങനെ പകരം ഉള്ള കാര്യമാണ് പഴയ നിയമത്തിന്റെ അടിസ്ഥാനം. അപ്പോൾ ഇവിടെ ഗർഭം അലസിയതിനാൽ അത് ഒരു പൂർണ്ണ രൂപമെത്തിയ ഒരു മനുഷ്യ ശിശുവായിട്ട് അല്ലെങ്കിൽ ജീവനുള്ള ഒരു ശിശുവായിട്ട് അവർ കണക്കിടുന്നില്ല. അതുകൊണ്ട് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ആദ്യത്തെ ശ്വാസം എടുക്കുമ്പോൾ മാത്രമേ അതിനകത്ത് ആത്മാവ് വരുന്നുള്ളൂ എന്നൊരു ചിന്താഗതിയാണ്. പക്ഷെ അതിന് വചനത്തിൽ വ്യക്തമായ തെളിവുകൾ, ഇത് ന്യായപ്രമാണത്തിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് പകരം, അതായത് ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന സംവിധാനത്തിലാണ്. അപ്പോൾ അടുത്ത കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, ജൂഡായിസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ളത് ഹിന്ദുസത്തിലും ബുദ്ധിസത്തിലും
അന്ന് നമുക്കറിയാമല്ലോ റീകാർണേഷൻ, അതായത് പല ജന്മ മരണ രൂപാന്തരങ്ങളിൽ കൂടെ കടന്നു പോയിട്ട് അനേക സൈക്കിളുകൾ കൂടെ കടന്നു പോയുമ്പോൾ അവര് തന്നെത്താനായിട്ട് റീഫോർമേഷൻ നടക്കുന്നു. അതിന്റെ ആദ്യത്തെ ഒരു 3-4 റീകാർണേഷൻ നടന്നു കഴിയുമ്പോൾ അതിനകത്ത് ജ്ഞാനം അല്ലെങ്കിൽ വിജ്ഞാനം കടന്നു വരുന്നു, കോൺഷ്യസ് കടന്നു വരുന്നു. അതുവരേക്കും അതിന് കോൺഷ്യസ് ഇല്ല. അപ്പോൾ 3-ാമത്തെയും കഴിഞ്ഞ് 4-ാമത്തെ ഇൻകാർണേഷൻ നടക്കുമ്പോഴാണ് സ്പിരിറ്റ് വരുന്നത്. അവിടെ പറയുന്നത് അവര് വിജ്ഞാനം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നത് അത് കടന്നു വരുന്നു, കോൺഷ്യസ് കടന്നു വരുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ കോൺഷ്യസ് ആത്മാവിന്റെ ഒരു ഘടകമാണ്. അപ്പോൾ അതിന് ശേഷമാണ് അവരുടെ ജഡ്ജ്മെന്റ് നടക്കുന്നത് എന്നാണ് ബുദ്ധമതവും ഹിന്ദുമതവും പഠിപ്പിക്കുന്നത്. അത് എങ്ങനെയായിട്ട് തരട്ടെ, അതിന് ബൈബിളിക്കലായിട്ട് പ്രൂഫുകളൊന്നുമില്ല. അതുകൊണ്ട് സ്തോത്രം. അടുത്തൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുണ്ട്, കാത്തലിസം എന്താണ് പഠിപ്പിക്കുന്നുള്ളത്. കാത്തലിസത്തിൽ പഠിപ്പിക്കുന്ന ഒരു വിചിത്രമായ പഠനമാണ് ആമേൻ, അമ്മയിൽ നിന്നാണ് ഗർഭസ്ഥ ശിശുവിന് ആത്മാവിന് ലഭിക്കുന്നത്, പിതാവിൽ നിന്നല്ല. അപ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്നത് കൊണ്ട് അതിന്റെ പുറകിൽ വേറൊരു ദുരുപദേശമുണ്ട്. മേരിയെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ, അതായത് പാപമില്ലാതെ ജന്മപാപമില്ലാതെ ജനിച്ചവളെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ കൊണ്ടുവരാൻ വേണ്ടി ചെയ്ത ഒരു ട്രിക്കാണ് അമ്മയിൽ നിന്നാണ് ശിശുവിന് ആത്മാവിനെ ലഭിക്കുന്നതെന്ന്. അതുകൊണ്ട് അതിന് ബൈബിളിക്കലായിട്ടുള്ള പ്രൂഫുകളൊന്നുമില്ല. അതുപോലെ തന്നെ ശിശു അവിടെ കണക്കനുസരിച്ച് കൊണ്ട് ഒരു ശിശു ജനിക്കുമ്പോൾ, അത് നമ്മൾ അടുത്ത സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഇൻഹെറിറ്റഡ് സിൻ ആണോ അല്ലേ എന്നുള്ള സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് തെളിയിക്കാം. ആമേൻ. അതായത് ശിശു സ്നാനം കൊണ്ടുവരുവാൻ വേണ്ടി യേശു ക്രിസ്തുവിന്റെ കാലത്തിന് മുമ്പേ തന്നെ മറ്റു ജാതികളിൽ ശിശു സ്നാനങ്ങൾ നടന്നിരുന്നു. അത് ഞാൻ സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയാം. അപ്പോൾ കാത്തലിസം പഠിപ്പിക്കുന്നത് മദറിൽ നിന്നാണ് സ്പിരിറ്റിന് ലഭിക്കുന്നത്. അതിന്റെ പുറകിലുള്ള ഹിഡൻ ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ മേരിയെ ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ആയിട്ട് ജന്മപാപമില്ലാതെ ജനിച്ചവളായിട്ട് എന്ന് തെളിയിക്കണം. അങ്ങനെയെങ്കിൽ മേരിക്ക് ജന്മപാപമില്ലാതെ ജനിക്കാമെങ്കിൽ യേശുവിന് എന്തുകൊണ്ടായിക്കൂടാ? അപ്പോൾ മേരി ശിശുവിന്റെ പിതാവ് യോസഫ് അല്ല, സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാവിന്റെ പാർട്ട് അവിടെ ഇല്ല. അപ്പൊ മാതാവിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതിന്റെ പുറകിലുള്ള ഗൂഢാലോചന എന്ന് പറയുന്നത് മേരിയെ ജന്മപാപമില്ലാതെ ജനിച്ചവളെന്ന് കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതൊരു കാര്യം. അടുത്തത് മുസ്ലിം മതവിഭാഗം പഠിപ്പിക്കുന്നത് ഒരു ശിശുവിന്റെ ഫോർമേഷനിൽ, ഞാൻ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഫോർമേഷൻ ഓഫ് ചൈൽഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയാണ് വിമൻ ഫെഡറേഷൻ നടക്കുന്നത്. ഈ വീഡിയോ ശരിക്കും കാണാൻ കുറച്ച് സൗണ്ട് ഇല്ല, പ്ലേയിലോ ഇല്ലേ? Welcome to the amazing world inside the womb, where every tiny baby grows and prepares for life after birth. It's also the place where bonding between mother and child begins, and where each little one's lifelong health is partly established. Human development begins at fertilization, when a male and a female reproductive cell join to form a unique single-cell embryo. At about 24 hours, the single-cell embryo divides into 2 cells, then 4 cells, and so on. This begins the incredible transformation from single-cell embryo to precious newborn. You may be surprised to know that most body parts form and begin to function in the first 8 weeks, even though full-term pregnancy lasts 38 weeks. By 22 days, the heart begins to beat and quickly resembles the heart of a newborn. ഓക്കെ, ഇതിന് നിങ്ങൾക്ക്
ഞാനിവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് PDF ഫയൽ അയച്ചു തരുമ്പോൾ ഫുള്ളായിട്ട് കാണാം. ഞാൻ ഒരു കാര്യം മാത്രം തെളിയിക്കാനായിരുന്നു. അവരുടെ തിയറി അനുസരിച്ചുകൊണ്ട്, അതായത് 6 തുടങ്ങി 8 വീക്സിനുള്ളിലാണ് ഒരു കുഞ്ഞിൻ്റെ ഹാർട്ട് ചലിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിക്ക് മുമ്പ് സിംഗിൾ സെല്ല് ഡിവിഷൻ നടക്കുന്ന സമയത്തൊന്നും അതൊരു മനുഷ്യനല്ല. അതുകൊണ്ട് അതിനൊരു മനുഷ്യനായിട്ട് കണക്കിടാൻ സാധ്യമല്ല. 6 ആഴ്ച തുടങ്ങി 8 ആഴ്ച വരെ ഇടയ്ക്കാണ് ഹാർട്ട് ചലിക്കാൻ തുടങ്ങുന്നത്. അവിടുന്ന് തുടങ്ങിയാണ് ഫുൾ ഫോർമേഷനിലേക്ക് ഡെവലപ്പ് ആകുന്നത് പറഞ്ഞുകൊണ്ട് അവർ ഈവൻ അവരുടെ പണിഷ്മെന്റുകളും സെറ്റ് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് കൊണ്ടാണ്. ഇതെല്ലാം ബുദ്ധിയുടെ പ്രമാണങ്ങൾ മാത്രമാണ്. എന്നാൽ പ്രൊട്ടസ്റ്റന്റിൽ തന്നെ കാൽവിനിസം പറയുന്നത് പുരുഷനിൽ നിന്നാണ് ആത്മാവിനെ ലഭിക്കുന്നത്. അതുകൊണ്ട് ആണ് യോസെഫിനെ യേശുവിൻ്റെ ഫാദറായിട്ട് കണക്കിടാത്തത്. പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി എന്ന് പറയുമ്പോഴൊക്കെയും തന്നെ ഇവിടെയും വചനപ്രകാരമായിട്ടുള്ള പ്രൂഫുകളൊന്നും തന്നെയില്ല. എന്നാൽ ക്രിസ്ത്യൻ ഡോക്ട്രിൻ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്, സഭാപ്രസംഗി 12-ാം അധ്യായത്തിൽ 7-ാം വാക്യം വായിച്ചു, ആത്മാവ് അതിന് കൊടുത്ത് ദൈവത്തിലേക്ക് തിരിച്ചു പോകും. അവിടെ ഒരു കമ്പാരിസൺ നടക്കുകയാണ്. പൊടിയിൽ നിന്ന് ശരീരമുണ്ടായി പൊടിയിലേക്ക് തിരിച്ചു പോകുന്നു. അതേപോലെ ദൈവത്തിൽ നിന്നാണ് ഓരോ ഇൻഡിവിജ്വൽ ആത്മാക്കളും വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ ഡൗട്ട് വളരെ ക്ലിയർ ആയി പോകണം. വെളിപ്പാട് പുസ്തകത്തിന്റെ 7-ാം അധ്യായം അതിൻ്റെ ഒരു 7-ാം വാക്യത്തിലേക്ക് വരികയാണെങ്കിൽ, 9-ാം വാക്യം, അതിന്റെ ശേഷം സകല ജാതികളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിൽ നിന്നുള്ളതായി ആർക്കും എണ്ണിക്കൂടാത്ത ഒരു മഹാപുരുഷാരം, ഒരു സിംഗിൾ സോൾ അല്ല, മഹാപുരുഷാരം, ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡ്, വെള്ളം നിലയെങ്കിൽ ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അതേപോലെ തന്നെ 20-ാം അധ്യായത്തിന്റെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിന് ശേഷം 12-ാം വാക്യം, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരവരുടെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ സോളുകളാണ് ഇവൻ രക്ഷിക്കപ്പെട്ടവരായിരുന്നാലും. നമ്മൾ 7-ാം അധ്യായത്തിൽ വായിച്ചത് സഭ എടുക്കപ്പെട്ടതിന് ശേഷം ഒരു ഗ്രേറ്റ് മൾട്ടിറ്റ്യൂഡിന് ഒരു വീണ്ടെടുപ്പിന്റെ അവസരമുണ്ട്. അവർ ജീവൻ വെച്ച് കൊടുക്കേണ്ടി വരും. ഇവിടെ 20-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ വായിച്ചത് നിത്യ വിധിയിലേക്ക് പോകുന്നവരെ കുറിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ കാര്യം അവിടെ കിടക്കട്ടെ. നമുക്ക് ചിന്തിക്കാനുള്ളത്, സ്തോത്രം. അപ്പോൾ വളരെ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകണമെങ്കിൽ ഞാനിവിടെ 2 QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ PDF ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ സ്റ്റഡി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. PDF ഫയലുകളാണ്, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ ഡോക്ട്രിന്റെ അടിസ്ഥാന ഉപദേശം ബൈബിളിക്കൽ പ്രൂഫോട് കൂടെ പറയുന്നത്, ഇന്ന് ഒരു ശിശു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന ഏത് മൂവ്മെന്റിൽ എന്ന് പറഞ്ഞിട്ടില്ല, അമ്മയുടെ ഉദരത്തിന് ഉരുവാതി വെളിയിൽ വരുന്നതിന് മുമ്പേ തന്നെ ആ സിംഗിൾ സെല്ല്, ഒരു പുരുഷ ബീജവും ഒരു സ്ത്രീയുടെ അണ്ടവും ഒരു സ്പേമും ഒരു എഗ്ഗും തമ്മിൽ ജോയിന്റ് ആയി ഒരു സിംഗിൾ സെല്ല് ഫോം ചെയ്യുന്ന അതേ മൂവ്മെന്റില് അതിന് ജീവനുണ്ട്. സ്തോത്രം. മെറ്റീരിയൽ ലൈഫിനെ കുറിച്ചല്ല പറയുന്നത്, സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കാരണം ഇതുകൊണ്ട് തന്നെയാണ് അബോർഷനെ ക്രിസ്ത്യൻ ചർച്ചുകൾ ആബ്സല്യൂട്ട്ലി സിന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ അതിന്റെ അധികം എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല, എന്ന് മിക്കവാറും എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അടുത്തൊരു കാര്യം, ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, ഇൻഹെറിറ്റഡ് സിന്നാണോ ആദാമിന്റെ സിന്നാണോ നമുക്ക് കണക്കിടുന്നത്? ഇവിടെയാണ് ക്രിസ്ത്യൻ ഡോക്ട്രിന് വളരെയധികം പിഴവുകൾ വന്നിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ ലേഖനങ്ങളും സുവിശേഷങ്ങളും എഴുതുന്ന സമയത്ത് യഹൂദന്മാരായ അപ്പസ്തോലന്മാർക്കാണ് കർത്താവ് സുവിശേഷം കൈമാറിയത്. അന്ന് അവർക്ക് ഒപ്പോണന്റ് ആയിട്ടിരുന്നത് ജുഡായിസം ആയിരുന്നു, യഹൂദ മഹദ അനുസാരികള്. അതിനുശേഷം ഗ്നോസിസം കടന്നു വന്നു, അതിനുശേഷം ജാതികളിൽ നിന്ന് പറഞ്ഞ കുറച്ച് പേര് കടന്നു വന്നു. പക്ഷെ അവരുടെ മെയിൻ ഒപ്പോണൻസ് ഉണ്ടായിരുന്നത് ജുഡായിസം ആയിരുന്നു. അപ്പോൾ അവരോട് എതിർത്തു നിന്നുകൊണ്ട് ഈ നസ്രയനായ യേശു തന്നെയാണ് അവർ കാത്തിരുന്നതായിട്ടുള്ള മശിയ എന്നുള്ള സുവിശേഷമാണ് അവര് പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്ന്, അന്ന് നമ്മൾ ഇന്ന് കയ്യിലുള്ളത് പോലെ സമ്പൂർണ്ണ ബൈബിൾ ഇല്ല, പുതിയ നിയമം അവരുടെ കയ്യിലില്ല. പഴയ നിയമത്തില് യേശു തന്നെ എമ്മാവുസിലേക്ക് പോയ സഹോദരന്മാരോട് എന്തായിരുന്നു പറഞ്ഞത്? മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വിവരിച്ചു കൊടുത്തു.
അപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം തോറയും താൽമുടുമായിരുന്നു, പഴയ നിയമ പുസ്തകങ്ങളായിരുന്നു. അതിൽ കൂടെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തു. ഞാനത് ഫസ്റ്റ് എപ്പിസോഡിൽ അല്പം പറഞ്ഞതാണ്. എന്നാൽ അതിനുശേഷം അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം AD 325 കൂടെ ക്രിസ്തു മാർഗം അപ്പസ്തോലന്മാർ അനുഗമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ ഇൻഡ്യൂഷനോട് കൂടെ തന്നെ ക്രിസ്തു മതമായി തീർന്നു. പിന്നെയാണ് മതങ്ങളെ കുറിച്ചുള്ള വിപ്ലവങ്ങൾ കടന്നു വരുന്നത്. തുടർന്ന് അത് കാത്തലിസമായിട്ട് ഏകദേശം 1500 16th സെഞ്ചുറിയുടെ ആരംഭഘട്ടങ്ങളിലൊക്കെയും തന്നെ വരെയും കാത്തലിസം മുഴുവനുമായിട്ട് കൂടിക്കൊണ്ട് വാഴുകയായിരുന്നു. അതിൽ നിന്നാണ് റീഫോർമേഷൻസ് നടക്കുന്നത്. അപ്പോൾ കാത്തലിസം ആചരിച്ചു കൊണ്ടിരുന്നതായിട്ടുള്ള ഡാർക്ക് ഡോക്ട്രൈനിൽ നിന്നും വളരെ വ്യക്തമായിട്ട് അപ്പസ്തോലന്മാരുടെ കാലത്ത് എഴുതിയ സുവിശേഷങ്ങളെ ലേഖനങ്ങളും എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറഞ്ഞാൽ ഇൻ കോൺട്രാഡിക്റ്റഡ് വിത്ത് ദ ലോ, യഹൂദ മതാനുസാരികളുടെ ലോ അനുസരിച്ചുള്ള നീതീകരണത്തോട് അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം അനുസരിച്ചുള്ള നീതീകരണമല്ല, ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലുള്ള സൗജന്യ നീതീകരണമാണെന്നാണ് ലേഖനങ്ങളെല്ലാം തന്നെ ഫോക്കസ് ചെയ്യുന്നത്. എന്നാൽ ഇക്കാലങ്ങളില്, അതായത് 16th സെഞ്ചുറിയുടെ ആരംഭം തുടങ്ങി വരുമ്പോൾ വളരെയധികം തെറ്റായ ഡോക്ട്രൈൻസ്, ജാതീയ സംസ്കാരങ്ങളിൽ നിന്നുള്ള ഡോക്ട്രൈൻസ്, ബാബിലോണിയ ആരാധനകള്, ബാബിലോണിയ ഉപദേശങ്ങളെല്ലാം തന്നെ ക്രിസ്ത്യൻഡത്തിൽ കടന്നു വന്നു. അതിൽ നിന്നാണ് നമ്മൾ ഈ 1-ാം നൂറ്റാണ്ടിലും 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലെ വരെ അപ്പസ്തോലന്മാർ എഴുതിയ ലേഖനങ്ങളും സുവിശേഷങ്ങളുമായിട്ട് നമ്മൾ നിൽക്കുന്നത്. ഇതിനകത്ത് വളരെയധികം റോങ് ഡോക്ട്രൈൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വ്യാജമായ ഒരു ഉപദേശം, അതായത് ആദാമിന്റെ സിൻഫുൾ ആയിരിക്കുന്ന സ്പിരിറ്റ് ആണ് ഇൻഹെറിറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ അവന്റെ ജനറേഷനിൽ കടന്നു വരുന്ന ഒരു തെറ്റായ ഡോക്ട്രിൻ ഉണ്ട്. മിക്കവാറും ക്രിസ്ത്യൻഡത്തിൽ ഒരു 90% ആൾക്കാർ ഉള്ളിലിരിക്കുന്നത് തന്നെയാണ്. ഒട്ടുമിക്കാറ് പാസ്റ്റർമാരും അച്ഛന്മാരൊക്കെ പഠിപ്പിക്കുന്നത് തന്നെയാണ്. അതിന് അവരെടുക്കുന്ന വചനങ്ങൾ 2-3 വചനങ്ങൾ ഞാൻ വായിക്കാം. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. ആദ്യം സംഗീതത്തിന് ദാവീദ് പറയുന്ന ഒരു കാര്യം വായിക്കാം. 51-ാം സങ്കീർത്തനം Psalm 51 5-ാം വാക്യമാണ്. ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ. കാരണം ഈ കോൺട്രിബ്യൂഷൻ സബ്ജക്റ്റുകൾ വായിക്കുമ്പോഴും നിങ്ങൾക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അവിടെ ദാവീദ് പറയുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ ഗർഭം ധരിച്ചു. ഈ ഒരു വാക്യം വായിച്ചാൽ നമ്മൾ പെട്ടെന്ന് എന്താ മനസ്സിലാക്കുന്നത്? അമ്മയുടെ പാപം അവനെ ബാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റോമാലേഖനം, എന്നാൽ ഇവിടെ ദാവീദ് 1-ാം വാക്യം തുടങ്ങി പറയുന്നത് എന്താണ്? 51-ന്റെ 1 തുടങ്ങി എന്താ പറയുന്നത്? ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ, നിന്റെ കരുണയുടെ മഹത്വ പ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. വളരെ വ്യക്തമായിട്ട് പറയും, എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എന്താ പറഞ്ഞിരിക്കും? എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. എന്റെ അമ്മയുടെ പാപമല്ല, നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു, നിനക്ക് അനിഷ്ടമായതുള്ള ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായും ഇരിക്കേണ്ടതിന് തന്നെ. അപ്പോൾ 1 തുടങ്ങിയുള്ള 4 വരെ വാക്യങ്ങളിൽ പോൾ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഇറ്റ്സ് മൈ സിൻ, മൈ ഓൺ സിൻ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്റെ വ്യക്തിപരമായ പാപത്തെ കൊണ്ടാണ്. എന്നിട്ട് അവിടെ പറഞ്ഞു വരുന്നത്, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ ഗർഭം ധരിച്ചു. എന്നാൽ അതിന് താഴോട്ട് വായിക്കുമ്പോൾ 10 വാക്യം തുടങ്ങി, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്. അപ്പൊ എന്താ നഷ്ടപ്പെട്ടു? സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. അപ്പോൾ അവൻ സിൻ ചെയ്തതിനു ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനില് വാദിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ എടുത്ത് കളഞ്ഞിട്ടില്ല. പക്ഷെ എന്ത് നഷ്ടപ്പെട്ടു? നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ നൽകണമേ. അപ്പൊ അവൻ സിൻ ചെയ്ത സമയത്ത്, അല്ലെങ്കിൽ സിന്നിനെ കുറിച്ച് പ്ലാൻ ചെയ്ത സമയത്ത്, അവന്റെ ഹൃദയത്തിൽ കടന്നു വന്ന സമയത്ത് തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അവൻ പരിശുദ്ധാത്മാവ് അവിടെ ദുഃഖിച്ചിരുന്നു. അവൻ ബർശേബയുടെ കൂടെ ശയിക്കുന്ന സമയത്ത് പോലും ദൈവ ന്യായപ്രമാണത്തിലെ 10 കൽപ്പനകളെ പ്രധാനപ്പെട്ട കൽപ്പനകളാണ് അവൻ ലംഘിച്ചത്. അന്യന്റെ ഭാര്യയെ മോഹിച്ചു, അന്യന്റെ ഭാര്യയോട് കൂടെ ശയിച്ചു, ഒരു കുലപാതകം ചെയ്തു, അവരുടെ ഭർത്താവിനെ കൊല്ലിച്ചു. ഇത്രയും കഠിനമായ പാപങ്ങൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ അവനെന്ത് പോയി? അവന്റെ രക്ഷ നഷ്ടപ്പെട്ടു. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ നൽകണമേ. എന്നിട്ട് പറയാണ്, നിന്റെ സന്നിധി നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കുകയും വരുത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇത്തരം കാര്യം നടന്നപ്പോഴൊക്കെയും ദുഃഖിച്ച് അവിടെ ഇരുന്ന് പോയിട്ടില്ല. അപ്പൊ ആ സിന്നിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണെന്ന് എഴുതിയിരിക്കുന്നത്. ഈ സമയത്താണ് അവൻ 32-ാം സങ്കീർത്തനം എഴുതുന്നത്, 38-ാം സങ്കീർത്തനം എഴുതുന്നൊക്കെയും. അതൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ 51-ന്റെ 5-ാം വാക്യത്തിൽ പറയുന്നത്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഞാൻ ഉരുവായി എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു വാക്യം ഇതാ, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അടുത്തത് റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കും. റോമൻസ് ചാപ്റ്റർ 5-ന്റെ വേഴ്സ് 12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തേക്ക് കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിൽ പരന്നിരിക്കും. അപ്പോൾ ഏക മനുഷ്യനാൽ പാപം ലോകത്തിൽ കടന്നു, വ്യക്തികളിലല്ല കടന്നിരിക്കുന്നത്. സ്തോത്രം. നമ്മൾ തെളിയിക്കാൻ പോവാണ്. അതിനുശേഷം ഒരു വാക്യം വായിക്കുകയാണെങ്കിൽ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം ഒന്ന് എടുക്കാം. നിങ്ങൾ എടുക്കുന്നതിൽ ഞാനിവിടെ കാണിച്ചു തരാം. 4-ാം അധ്യായത്തില് നമുക്കറിയാം ആബേലിന്റെയും കായിന്റെയും യാഗത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. സ്തോത്രം. 4-ാം അധ്യായത്തിൽ 1-ാം വാക്യം വായിക്കുക. ആബേലും ആട്ടിൻകൂട്ടത്തിലെ 3-ാം വാക്യം എടുത്തോളൂ. കുറെ കാലം കഴിഞ്ഞിട്ട് കായിൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായിനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായിന് ഏറ്റവും കോപമുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു നോളേജ് നമ്മുടെ മൈൻഡിൽ വരുമ്പോഴാണ് അതിനോട് കറസ്പോണ്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മുടെ സോളിൽ ഡെവലപ്പ് ആകുന്നത്. അപ്പോൾ ദൈവം അവനിൽ പ്രസാദിക്കാതിരുന്നപ്പോൾ അവന്റെ സോളിനകത്തുള്ള ഇമോഷനില് കോപം എന്ന ഇമോഷൻ ഡെവലപ്പായി. അവന്റെ മുഖം വാടി. ആമേ. എന്നാലും യഹോവ കായിനോട്, നീ കോപിക്കുന്നത് എന്ത്? നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ അതുവരേക്കും അവൻ പാപം ചെയ്തിട്ടില്ല. പാപം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടില്ല. വളരെ വ്യക്തമായ സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് അവിടെ. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പൊ നാം ചോദിക്കും, ഇവിടെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, ആദാമിന്റെ തലമുറകൾക്ക് ആദാം ചെയ്ത പാപത്തിന്റെ കോൺസിക്വൻസ്, അനന്തര ഫലങ്ങളുണ്ട്. സ്ത്രീകള് വേദനയോടെ പ്രസവിക്കണം. പുരുഷന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നീ നെറ്റിയിലെ വേർപ്പ് കൊണ്ട് അപ്പം തിന്നണം, നിനക്ക് മുള്ളു പറക്കാര്യം ഉണ്ടാകും. അങ്ങനെ കുറേയധികം ശിക്ഷകള് 3-ാം അധ്യായം ഉൽപ്പത്തിയിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ശാപങ്ങള് മനുഷ്യനെ പിന്തുടരുന്നുണ്ടെങ്കിലും ആദാമിന്റെ ശിക്ഷാർഹമായ സ്പിരിറ്റിനെ അല്ല അവന്റെ തലമുറകൾക്ക് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കായിനോട് പറയണമായിരുന്നോ, നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കിലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണം. അപ്പോൾ ഇവൻ ആദാമിന്റെ സന്തതിയായിരിക്കുന്ന കായിന് പാപത്തോട് എതിർത്തു നിൽക്കുവാനുള്ള കഴിവുണ്ട്, നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. പക്ഷെ അവനെന്ത് ചെയ്തു? അവനെന്ത് സംഭവിച്ചു? എന്നാലും കായൻ തന്നെ അനുജനായ ഹാബേലിനോട് നാം വയലിലേക്ക് പോകുമെന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായൻ തന്നെ അനുജനായ ഹാബേലിനോട് കയർത്തു അവനെ കൊന്നു. അവിടെ റിപ്പൻഡൻസ് നടന്നില്ല, പാപം അകത്തു കടന്നു. പാപത്തിന്റെ സ്വഭാവമായിരിക്കുന്ന അവയെ കൊലപാതകം ചെയ്തു. യേശു യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 32 വരെയുള്ള വാക്യങ്ങൾ, 32 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ അവിടെ വിശദമായിട്ട് പറയുന്നുണ്ട്, തന്നെ വിശ്വസിച്ച യഹൂദന്മാരോടുള്ള ഒരു ഡിസ്കോഴ്സ് നടക്കുകയാണ്.
അപ്പോൾ പറയും നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അബ്രാഹാമിന്റെ സന്തതി, ഞങ്ങൾ ആർക്കും അടിമത്തത്തിലായിരുന്നിട്ടില്ല. ഓൾറെഡി പ്രോമിസിന്റെ അടിമത്തത്തിൽ ഇരിക്കുകയാണ്. അല്ല, അവരിലുള്ളതായിട്ടുള്ള ജഡം പൊങ്ങി വരികയാണ്. തുടർന്നുള്ള സംഭാഷണത്തിൽ കർത്താവ് അവരോട് പറയുന്നത്, നിങ്ങൾ പിശാചിന്റെ പിതാവിന്റെ മക്കൾ, നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. ഇതേ സംഭവം തന്നെ കായലിൽ നടന്നതും. അവന് ചാൻസ് ഉണ്ടായിരുന്നോട് പാപത്തോട് എതിർത്ത് നിൽക്കാൻ, പക്ഷേ അവൻ സത്യല്ല, അവന് അത് റിപ്പൻഡൻസ് നടന്നില്ല. പാപം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. അവന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച പാപം അവന്റെ ഫിസിക്കൽ ബോഡി എടുത്തുകൊണ്ട് കൊലപാതകം നടത്തി. അപ്പോൾ അതൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. മറ്റൊരു കാര്യം, നമ്മൾ 5-ാം അധ്യായം, ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ വളരെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഹാനോക്കിന്റെ കാര്യം. ജനറേഷൻ വായിക്കുക. ആദാമിന്റെ ആയുഷ്കാലം ആകെ 930 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ശേത്തിന് 105 വയസ്സായപ്പോൾ അവൻ ഏനോശിനെ ജനിപ്പിച്ചു. ഏനോശിനെ ജനിപ്പിച്ച ശേഷം ശേത്ത് 807 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ശേത്തിന്റെ ആയുഷ്കാലം ആകെ 912 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഏനോശിന് 90 വയസ്സായപ്പോൾ അവൻ കേനാന് ജനിപ്പിച്ചു. കേനാനെ ജനിപ്പിച്ച ശേഷം ഏനോശ് 815 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. ഏനോശിന്റെ ആയുഷ്കാലം ആകെ 905 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. കേനാന് 70 വയസ്സായപ്പോൾ അവൻ മഹലേലിനെ ജനിപ്പിച്ചു. മഹലേലിനെ ജനിപ്പിച്ച ശേഷം കേനാൻ 840 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. കേനാന്റെ ആയുഷ്കാലം ആകെ 910 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. മഹലേലിന് 65 വയസ്സായപ്പോൾ അവൻ യാരേദിനെ ജനിപ്പിച്ചു. യാരേദിനെ ജനിപ്പിച്ച ശേഷം മഹലേൽ 830 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. മഹലേലിന്റെ ആയുഷ്കാലം ആകെ 895 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. യാരേദിന് 112 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഇനി ശ്രദ്ധിച്ച് വായിക്കണം. യാരേദിന് 162 വയസ്സായപ്പോൾ അവൻ ഹാനോക്കിനെ ജനിപ്പിച്ചു. ഹാനോക്കിനെ ജനിപ്പിച്ച ശേഷം യാരേദ് 800 സംവത്സരം ജീവിച്ചിരുന്നു. പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു. യാരേദിന്റെ ആയുഷ്കാലം ആകെ 962 സംവത്സരമായിരുന്നു. പിന്നെ അവൻ മരിച്ചു. ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെതുശലഹിനെ ജനിപ്പിച്ചു. മെതുശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ഹാനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അപ്പൊ ഹാനോക്ക് ആദാമിന്റെ തലമുറയിൽ നിന്ന് വരുന്നതിൽ തന്നെയും ഹാനോക്കിന് മുമ്പുള്ള തലമുറയെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവർ ദൈവത്തോടു കൂടെ നടന്നു, ദൈവം അവരെ എടുത്തുകൊണ്ടുവന്ന്. പക്ഷെ ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ പ്രസാദമുള്ള രീതിയിൽ അവൻ ജീവിച്ചു. അപ്പോൾ ആദാമിന്റെ കറപ്റ്റഡ് ആയിരിക്കുന്ന ഒരു സ്പിരിറ്റ് ആണ് ഹാനോക്കിൽ ഉണ്ടാക്കിയതെങ്കിൽ അവന് നാച്ചുറൽ ആയിട്ട് സിന്നെ ചെയ്യാൻ പറ്റുകയുള്ളൂ. മനസ്സിലാക്കുന്നുണ്ടോ? അപ്പോൾ ദൈവത്തോടു കൂടെ നടക്കാൻ സാധ്യമല്ല. അപ്പോൾ എബിലിറ്റി ഉണ്ട്. നാച്ചുറൽ എബിലിറ്റിയിൽ തന്നെ ഹാനോക്കിന് ദൈവത്തോടു കൂടെ നടന്നു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ അവനെ കാണാതെ എന്ന് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മളോട് തെളിയിക്കുമ്പോൾ മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാനുള്ളത്, യെരമ്യാവിന്റെ 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. യെരമ്യാവിനെ വിളിക്കുന്ന കാര്യം 5-ാം വാക്യം. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് പറയാം അവന്റെ എലക്ഷനെ കുറിച്ചുള്ള മെസ്സേജ് ആണെന്ന്. പക്ഷെ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, നീ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശദീകരിച്ചു. സെറ്റ് അപ്പാർട്ട്. ദൈവത്തിന് വേണ്ടി ഒരു പ്രവാചകനായിട്ട് അവർ ദൈവം നിയമിച്ചു കഴിഞ്ഞിരുന്നു. ഹല്ലേലൂയ. അടുത്തത് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇതിന്റെ അടിസ്ഥാനമായ ചില പ്രമാണങ്ങൾ നമുക്ക് ചിന്തിക്കാം. എസെക്കിയേൽ പ്രവചന പുസ്തകം 18-ാം അധ്യായം വായിക്കാം. ഇതിന്റെ ബേസിക് ഡോക്ടറിൻ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ ചാപ്റ്റർ 18ന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും.
ഇവിടെ ഇസ്രായേൽ യഹൂദ ഗോത്രം അല്ലെ ഇസ്രായേലിൽ നേരത്തെ അസ്രീൻസ് പിടിച്ചു കൊണ്ടുപോയി ജ്യൂസിനെ ബാബേൽ അടിമത്തത്തിൽ പോയിരിക്കുകയാണ്. അവിടെ നിൽക്കുന്ന സമയത്താണ് എസെക്കിയേൽ പ്രവചിക്കുന്നത്. അപ്പൊ അവിടെ പൊതുവെ ജനത്തിന്റെ ഉള്ളില് ഒരു സംസാരം കടന്നു വന്നു. അതായത് പിതാക്കന്മാർ ചെയ്ത പാപത്തിന്റെ ശിക്ഷയാണ് നമ്മൾ അനുഭവിക്കുന്നത് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവം ആ അധ്യായം ആരംഭിക്കുന്നത്. അതായത് ഒരു പഴഞ്ചൊല്ല് പോലെയായി തീർന്നു. അപ്പന്മാർ പച്ചമുന്തിരിക തിന്ന് മക്കളുടെ പല്ല് പൊളിച്ച് എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? എന്നിട്ട് പറഞ്ഞവന് ഞാൻ ഒരു സകല ദേഹികൾ എനിക്കുള്ളവർ, അപ്പന്റെ പ്രാണനും മകന്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്ത് ദേഹി മരിക്കും. ഇനി അതിന്റെ 20-ാം അധ്യായത്തിന് വളരെ വ്യക്തമായിട്ട് ഒരു കൺക്ലൂഷൻ പറയുന്നുണ്ട്. 20-ാം വാക്യം, പാപം ചെയ്ത് ദേഹി മരിക്കും, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട, നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. ഇനി ഇത് പഴയ നിയമത്തിൽ നിന്നാകുമ്പോൾ പുതിയ നിയമത്തില് വളരെ വ്യക്തമായിട്ട് പൗലോസ് കൊളോസ്യരെ 3-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം ഒന്ന് വായിക്കണം. കൊളോഷ്യൻസ് 3-ാം അധ്യായം 25-ാം വാക്യം എന്താ പറയുക? അന്യായം ചെയ്യുന്നവൻ താൻ ചെയ്ത അന്യായത്തിന് ഒത്തത് പ്രാപിക്കും, മുഖപക്ഷം ഇല്ല. അന്യായം ചെയ്യുന്നവൻ. ഇനി ഇതിന് വളരെ വ്യക്തമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത് ജെയിംസ് അതിന് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാര്യത്തില് ജെയിംസ് യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം 13 തുടങ്ങി വായിക്കാം. പരീക്ഷിക്കപ്പെടുമ്പോൾ താൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നെന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. താൻ ആരെയും പരീക്ഷിക്കുന്നില്ല. ഓരോരുത്തർ പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ച്. നമ്മൾ ശ്രദ്ധിക്കണം. എവ്രി മാൻ ഈസ് ടെംപ്റ്റഡ് വെൻ ഹി ഈസ് ഡ്രോൺ അവേ ഓഫ് ഹിസ് ഓൺ ലസ്റ്റ്. നമ്മുടെ പ്രാണന് ഹവ്വയ്ക്ക് സംഭവിച്ചെന്തായിരുന്നു? തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലം ദൈവം തിന്നരുത് വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ശത്രു ചോദിക്കുമ്പോൾ അവരുടെ ഉള്ളില് വചനമുണ്ട്, അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടൊരു ഇമോഷൻ ഉണ്ട്. തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും. അടുത്തൊരു ഉപദേശം വരികയാണ്. അവൾ പറഞ്ഞു തുടരുത്, മരിക്കാതിരിക്കേണ്ടത് എന്നൊക്കെ കുറച്ചൊക്കെ പറച്ചൊപ്പിച്ചു. ശത്രു ഉടനെ ഒരു പ്രോമിസ് കൊടുക്കുകയാണ്, മരിക്കില്ല നിശ്ചയം, തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മത്തന്മകളെ കുറിച്ച് തിരിച്ചറിവുള്ളവരായി ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നു. ഇമേജ് കാണുന്നില്ല. അപ്പോൾ എന്തായി? ഒരു പുതിയ നോളജ് വന്നു. മരിക്കില്ല നിശ്ചയം. ദൈവം പറയുന്നു മരിക്കും, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. The day you eat, you shall surely die. എന്നാൽ പാമ്പിൽ കൂടെ സേറ്റാൻ പറഞ്ഞത് മരിക്കുകയില്ല നിശ്ചയം, തിന്നുന്ന നാൾ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ നന്മത്തന്മകളെ കുറിച്ച് അറിവുള്ളവരായി ദൈവത്തെ പോലെയാകും. പുതിയൊരു നോളജ് വന്നു. അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ സോളിൽ ഡെവലപ്പായി. അതാണ് മോഹം ഗർഭം ധരിച്ചു. വൃക്ഷഫലത്തിലേക്ക് നോക്കുമ്പോൾ തിന്മാൻ നല്ലത്, കാണാൻ നല്ലത്, ജ്ഞാനം പ്രായപ്പ കാമ്യം എന്ന് കണ്ടു. അവളുടെ മോഹമാണ്, സ്വന്തം മോഹമാണ്. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ യാക്കോബ് തന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോ ശിശുവിന്റെയും ഹൃദയത്തില് അല്ലെങ്കിൽ അതിന്റെ സോളിനകത്ത്, അതായത് ഇന്നർ പാർട്ടില് ഹ്യൂമൻ സ്പിരിറ്റ് ദൈവം ലൈഫില് ഹ്യൂമൻ സ്പിരിറ്റിന് കൊടുക്കുന്നു. ബോഡി അപ്പന്റെയും അമ്മയുടെയും അമ്മയായി സിംഗിൾ സെല്ലിൽ നിന്ന് ഡെവലപ്പായി വരുമ്പോൾ ഇന്നർ പാർട്ട് വിച്ച് ഇസ് സ്പിരിച്വൽ അത് ദൈവം കൊടുക്കുന്നതാണ്. അത് വെളിയിൽ വരുമ്പോൾ ഈ ലോകത്തിൽ അനേക ടെംപ്ടേഷൻസ് ഉണ്ട്. ആ ടെംപ്ടേഷൻ സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെട്ട് ആ പുതിയ ഇമോഷൻ കടന്നു വരുമ്പോൾ ലൈഫിന്റെ ഏതെങ്കിലും പാർട്ടിൽ അത് സിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സിൻ ഓരോ വ്യക്തികളും പാപികളായി തരുന്നത്. അല്ലെങ്കിൽ ദൈവം ആദാമിന്റെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള സിന്നല്ല മനുഷ്യനെ കണക്കിടുന്നത്. ഇതെല്ലാം പഴയ കാലഘട്ടത്തില് ക്രിസ്തുവിന് മുമ്പേ തന്നെ ജാതികളിലും ഈ ശിശു സ്നാനങ്ങൾ ഉണ്ടായിരുന്നു. ജാതികൾ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനു ശേഷം പല വിധത്തിലും ദൈവത്തോട് നിരക്കുവാൻ കൂടെ പല മാർഗങ്ങൾ ചെയ്തു നോക്കി. എല്ലാവർക്കും ഫൈനലായിട്ട് മനസ്സിലായി, ഒരു പ്രായശ്ചിത്തം കൂടാതെ, ഒരു പാപ പരിഹാരം കൂടാതെ ദൈവത്തോട് അടുക്കാൻ സാധ്യമല്ല. അങ്ങനെ മനുഷ്യൻ പക്ഷികളെ, മൃഗങ്ങളെ, ആടിനെ, ഈവൻ അവസാനം മനുഷ്യനെ പോലും പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് ദൈവത്തോട് അടുക്കാൻ നോക്കി.
ഇതെല്ലാം നിങ്ങൾക്ക് ഓൾഡ് ഹിസ്റ്ററികൾ വായിച്ചറിയാൻ സാധിക്കും. ഇവിടെ ബാബേൽ ടവർ പണിയുന്ന സമയത്ത് ആ കാലഘട്ടത്തില് നോഹയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. തുടർന്ന് ബാബേൽ ടവറിന്റെ കാലഘട്ടം വന്നപ്പോഴേക്കും മനുഷ്യ കുരുതി കൊടുക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. എന്താ? മനുഷ്യൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു നോക്കി എങ്ങനെ ദൈവത്തോട് അടുക്കാൻ സാധിക്കും. അങ്ങനെ പ്രായശ്ചിത്തങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് നടക്കുന്നുണ്ടല്ലോ. പക്ഷെ ദൈവവചനത്താല് ദൈവത്തിന്റെ ആത്മാവിനെ രേഖപ്പെടുത്തി തന്നിരിക്കുന്ന ദൈവവചനത്തിൽ കൂടെ വ്യക്തമായ വെളിപ്പാടുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനമായിട്ട് എങ്ങനെയാണ് ദൈവം നൽകിയിരിക്കുന്ന മനുഷ്യാത്മാവ്, ക്ലീൻ സ്പിരിറ്റ് എങ്ങനെയാണ് പാപത്തിലേക്ക് വശീകരിക്കപ്പെടുന്ന കാര്യമാണ് യാക്കോബ് തന്റെ ലേഖനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്നത് സ്വന്തം മോഹത്താൽ ആകർഷിച്ചു വശീകരിക്കപ്പെടുകയാകുന്നു. ഇനി കർത്താവ് പറഞ്ഞിരിക്കുന്ന 2 ഉദാഹരണങ്ങൾ നമുക്ക് എടുക്കാം. മാർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം. മാർക്ക് യേശു അത് കണ്ടാരെ മുഷിഞ്ഞ അവരോട്, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടെ എന്നല്ലോ. ഇതിനൊന്ന് റിവേഴ്സ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദൈവരാജ്യത്തിൽ കടക്കുന്നവൻ തിന്മയില്ലാത്തവനായിരിക്കണം, വിശുദ്ധനായിരിക്കണം. അപ്പൊ ശിശുവിനെ കുറിച്ച് പറയുകയാണ്, ഈ ശിശുവിൽ എന്തില്ല? തിന്മയില്ല, കളങ്കമില്ല, ഇതിന്റെ സ്പിരിറ്റ് ക്ലീൻ ആണ്. അപ്പൊ ശിശുക്കളെ പോലെ, ക്ലീൻ സ്പിരിറ്റ് ഉള്ള ശിശുക്കളെ പോലെ തിരിഞ്ഞു വരണം എന്ന് പ്രായമായ ആൾക്കാരോട് പറയുകയാണ്. മാർക്കോസിന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ മത്തായി സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തയോ 18:3 നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പൊ സ്വർഗരാജ്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വർഗരാജ്യത്തിൽ വിശുദ്ധന്മാർക്ക് സ്ഥാനമുള്ളൂ. അപ്പൊ ശിശുക്കളെ കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണ്? ശിശുക്കൾ വിശുദ്ധരാണ്. ഇതെല്ലാം ഈ ശിശു സ്നാനം കൊണ്ടുവരുവാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന് നമ്മൾ ആ സ്നാനത്തെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയാം, എന്താ ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയാം അതിന്. ഇതെല്ലാം മുൻകാലങ്ങളിൽ ജാതികളിൽ ഉണ്ടായിരുന്നു. അതിന്റെ കുറെ വീഡിയോകളും നോട്ട്സും ഒക്കെ ഉണ്ട്, ഞാനത് കാണിച്ചു തരാം. ഇപ്പോഴത്തെ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ നാം പറഞ്ഞു സ്ഥാപിക്കാൻ പോകുന്നത് ഈ ഹ്യൂമൻ സ്പിരിറ്റിനെ ഫൈനലായിട്ട് ഇത് കൺക്ലൂഡ് ചെയ്യാൻ പോവുകയാണ്. ഹ്യൂമൻ സ്പിരിറ്റിനെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു ശിശു ഉരുവാകുന്ന ആ മൂവ്മെന്റില്, അതായത് ഒരു പുരുഷ ബീജവും ഒരു സ്ത്രീയുടെ എഗ്ഗും തമ്മിൽ ജോയിൻ ചെയ്ത ഒരു സിംഗിൾ സെല്ല് ഫോം ആവുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിനകത്ത് ഒരു ലൈഫ് കടന്നു വരുന്നുണ്ട്. അത് പിന്നീട് നാച്ചുറലായിട്ട് ബയോളജിക്കലായിട്ട് ഡെവലപ്പായി 9 months കഴിയുമ്പോഴാണ് ശിശുവായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി ശിശുക്കളെ നിങ്ങൾ വെളിയിൽ നോക്കിക്കോളൂ. ഈ ശിശുക്കൾ വെളിയിൽ വന്നു കഴിയുമ്പോൾ 1 വയസ്സ് 2 വയസ്സ് കുഞ്ഞിനെ നോക്കിക്കോളൂ, അവർ നിഷ്കളങ്കരായിരിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം അവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് അവർ ചെയ്താൽ അവരുടെ മുഖം പാടും, അവരത് മറയ്ക്കാൻ നോക്കും. കാരണം എന്താ? അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റപ്പെടുത്തും. നീ തെറ്റ് ചെയ്തു, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം ചെയ്തു, ചെയ്യരുന്ന കാര്യം പറഞ്ഞു ചെയ്തു. ആ കുഞ്ഞിന്റെ മുഖത്ത് നോക്കി അറിയാൻ സാധിക്കും. അതുവരെ നല്ല നിഷ്കളങ്ക കുഞ്ഞുങ്ങളായിരിക്കും, അവരുടെ മുഖത്ത് നോക്കി നമുക്ക് അറിയാൻ സാധിക്കും. ഇനിയും ദൈവവചനം പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ്. എന്നാൽ ഗലാത്യർ 3:22 ആ ഒരു സഹോദരൻ ബാധിച്ചൊരു കാര്യം, അതുകൂടി ഒന്ന് വായിക്കാം. ഗലേഷ്യൻസ് 3:22, 3-ാം അധ്യായത്തിന്റെ 22 വാക്യം. നമുക്ക് പഠിക്കാനുള്ള വാക്യം കൂടിയാണല്ലോ. 3:22. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശു ക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവറ്റെയും പാപത്തിൻ കീഴെ അടച്ചു കളഞ്ഞു. എല്ലാവറ്റെയും പാപത്തിൻ കീഴെ അടച്ചു കളഞ്ഞെന്ന ആ വാക്ക് മാത്രം, മുഴുവൻ വാക്യമല്ല, എല്ലാവറ്റെയും പാപത്തിൻ കീഴെ അടച്ചു കളഞ്ഞു എന്നൊരു വാക്യം, ആ 3 വേർഡ്സ്, എല്ലാവറ്റെയും പാപത്തിൻ കീഴെ അടച്ചു കളഞ്ഞു. ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ചിന്തിക്കും ആദാമി തുടങ്ങിയുള്ള പാപം ഇൻഹെറിറ്റഡ് സ്പിരിറ്റിലാണ് കിട്ടുന്നത്. ഇതിനാണ് ഞാൻ പറയുന്നത്, ലേഖനങ്ങളോ ഏത് ഭാഗങ്ങൾ എടുത്ത് വായിക്കുമ്പോഴും ആ ലേഖനത്തിന്റെ ടോട്ടൽ തീം എന്താണെന്ന് മനസ്സിലാക്കണം. ഇവിടെ പ്രവൃത്തിയിൽ കൂടെയല്ല, ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്തുള്ള സൗജന്യ നീതീകരണമാണ് ദൈവം കണക്കിടുന്നത് തെളിയിക്കാനാണ് ലോമ ലേഖനം എഴുതുന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നതാണ്, എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം, അബ്രാഹാമിന് കൊടുത്ത വാഗ്ദത്തം, നിങ്ങൾ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം ക്രിസ്തുവേശുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന്
തിരുവെഴുത്ത് എന്ന് പറഞ്ഞതല്ലോ എല്ലാവറ്റെയും പാപത്തിൻ കീഴിൽ അടച്ചു കളഞ്ഞെന്ന് പറഞ്ഞാൽ അവരിൽ പാപം അവരുടെ ഉള്ളിൽ വസിക്കുകയാണ്. ന്യായപ്രമാണം കൊടുത്തപ്പോൾ പാപം പത്തി വിടർത്തി. അതിനാണല്ലോ ഞാൻ ആ പിക്ചർ കാണിച്ചിരിക്കുന്നത്. ആമേൻ. അവരിൽ എന്താണ്? പാപം വസിക്കുന്നുണ്ട്. ടെംപ്റ്റേഷൻ കഴിഞ്ഞപ്പോ എന്തായി? അവരില് പാപം പത്തി വിടർത്താൻ കാരണമായി തീർന്നു. അപ്പൊ തിരുവെഴുത്തുകളെ കൊടുത്തപ്പോൾ ആ തിരുവെഴുത്തുകളെ യൂസ് ചെയ്തുകൊണ്ട് അകത്തിരിക്കുന്ന പാപം ലംഘനം നടത്തി. അങ്ങനെ അവർ മരണവിധേയമാക്കി തീർത്തി. റോമലേഖനത്തിൽ പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്. ഇനിയോ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇന്ന് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ഒരു ശിശുവിനെ സ്തോത്രം അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്ന മൂവ്മെന്റിൽ തന്നെ ക്രിസ്ത്യൻ ഡോക്ടറിൻ അനുസരിച്ചുകൊണ്ട് ഒരു ആത്മാവിനെ, ഇൻഡിവിജ്വൽ സ്പിരിറ്റിനെ, ക്ലീൻ സ്പിരിറ്റിനെ ദൈവം അവരവർക്ക് കൊടുക്കുന്നു. ആദാമിന്റെ ഇൻഹെറിറ്റഡ് സിൻ അല്ല കണക്കിടുന്നത്. ഇതിന് വ്യക്തമായ തെളിവുകൾ ഉൽപ്പത്തി 4:7 കായിനോട് സംസാരിക്കുന്ന കാര്യം, യെരമ്യാവിന്റെ 1:5, കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്ന മാർക്കിന്റെ 10:14, മാത്യു 18:3 വളരെ വ്യക്തമാണ്. അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ എസെക്കിയേൽ 18-ാം അധ്യായത്തിന്റെ 4-20 വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഓരോരുത്തരുടെ പാപമാണ് കണക്കിടുന്നത്. ജെയിംസ് അതിന്റെ തിയറി പറയാണ്, ആരും ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്ന പറയരുത്. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ ഇൻഡിവിജ്വൽ ആണ്. ഹല്ലേലൂയ. ഓരോരുത്തരും സ്വന്തം മോഹത്താൽ വശീകരിക്കപ്പെട്ട് പാപം ചെയ്യുന്നു. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. അപ്പൊ ഇതെല്ലാം ഇൻഡിവിജ്വൽ ആണ്. ഹല്ലേലൂയ. ഇതിനാണ് ഈ സോൾ ബോഡി സ്പിരിറ്റിനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, മൈൻഡിൽ ഒരു നോളജ് വരുമ്പോൾ അതിനോട് കറസ്പോണ്ടന്റ് ആയിട്ടൊരു ഇമോഷൻ ഉണ്ടാവും. ആ ഇമോഷൻ ശരിയാണോ, നോളജ് ശരിയാണോ അല്ലയോ എന്ന് നമ്മുടെ മനസ്സാക്ഷി നമുക്ക് വിധിക്കും. ആ വിധിക്കുന്ന വിധിയെ നമ്മുടെ ഫ്രീ വില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഫ്രീ വില്ലാണ് തീരുമാനിക്കുന്നത് ചെയ്യണമോ ചെയ്യണ്ടയോ. ഇത് വളരെ വ്യക്തമാണ്. ആ ഫ്രീ വില്ലിൽ എടുക്കുന്ന ഡിസിഷനെ അനുസരിച്ച് കൊണ്ടായിരിക്കും നമ്മള് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പ് വിധിക്കുന്നത്. എന്തുകൊണ്ട് ചെയ്യാൻ കേട്ട ഒരു കാര്യം ചെയ്തില്ല, അതിന്റെ വീഡിയോ അടക്കം റെക്കോർഡാവും. അത് നമ്മുടെ ഓർമ്മ പുസ്തകത്തിലുണ്ടാവും. അപ്പൊ ഈ സബ്ജക്റ്റ് ഇതുകൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ഇനി നമുക്ക് അനേക കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ഇതിന്റെ കാര്യം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ വീഡിയോ കണ്ടോളൂ. ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആക്ച്വലി ഇന്ന് എടുക്കേണ്ട ക്ലാസ് ഇതിവിടേക്ക് മുഴുവനായിട്ട് നമുക്ക് എത്താൻ സാധിക്കും തോന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞിട്ട് കൺക്ലൂഡ് ചെയ്യണ ദൈവം കൃപയാണെങ്കിൽ നാളെ ഈ പാട്ട് എടുക്കാം. ആക്ച്വലി ഇന്ന് എടുക്കേണ്ട കാര്യമാണ്. അതിൻ്റെ വേഴ്സ് 24, ചാപ്റ്റർ 3 വേഴ്സ് 24 പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ അതിന് നമുക്കൊരു 4 കാര്യങ്ങളായിട്ട് പഠിക്കണം. എന്തുകൊണ്ട് കൃപയുടെ ആവശ്യമുണ്ട്? ഇന്ന് കൃപ എന്ന് പറഞ്ഞുകൊണ്ട് കൃപായുഗത്തെ വളരെ മിസ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ കൃപ എന്ന് പറയുന്നത് എന്താണ്? കൃപ കൊണ്ട് ദൈവം ചെയ്തത് എന്താണ്? പിന്നെ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് എന്നൊരു സബ്ജക്ട്, ത്രൂ ദ റിഡംഷൻ വിച്ച് ഈസ് പ്രൊവൈഡഡ് ഇൻ ക്രൈസ്റ്റ്, അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. ദെൻ സൗജന്യമായ നീതീകരണം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകും. എന്തിനൊരു പ്രായശ്ചിത്തത്തിന്റെ ആവശ്യം വന്നു? ഈ 4 കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലിരുന്നാൽ മാത്രമേ ഒരു മനുഷ്യന് യഥാർത്ഥ ഒരു ക്രിസ്ത്യൻ ജീവിതം നയിക്കാൻ സാധിക്കുകയുള്ളൂ. എന്തിനാണ് കൃപയുടെ ആവശ്യം? മനുഷ്യൻ 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നു. അവരെ ഇനി റീഇൻസ്റ്റേറ്റ് ചെയ്ത് ദൈവ തേജസ് ഉള്ളവരാക്കി തീർക്കണമെങ്കിൽ അടുത്ത പ്രോസസ്സാണ് ഇത് വിവരിക്കുന്നത്. ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് പറയുന്നത് അവന്റെ കൃപയാൽ, അൺമെറിറ്റഡ് ഫേവർ. മാനവജാതി ആർക്കും തന്നെ സ്വയമായ നീതീകരണം കൊണ്ട് അടുക്കാൻ സാധ്യമല്ല. അതിന്റെ വിശദീകരണം നടത്താം. ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ്, എന്തിനാണ് ഒരു വീണ്ടെടുപ്പിന്റെ ആവശ്യം വന്നത്? എന്താണ് വീണ്ടെടുപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അത് ആരുമായിട്ടുള്ള ഒരു കവനന്റ് ആണ്. ഇത് വളരെ വ്യക്തമായിട്ട് പഠിക്കണം. അടുത്തത്, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തം. എന്തിനാണ് ഒരു പ്രായശ്ചിത്തത്തിന്റെ ആവശ്യം വന്നത്? ദൈവം കരുണസമ്പന്നനായിരിക്കാൻ ദൈവത്തിന് മനുഷ്യരോട് ക്ഷമിച്ചുകൂടെയോ? ഒരു ഇത്രയും വലിയ പങ്കപ്പാട് കഴിച്ചുകൊണ്ട് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച് ഈ മനുഷ്യന്റെ കയ്യിലുള്ള നിന്ദിയും പരിഹാസമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇത്രയും വലിയ പ്രയാസപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ദൈവം സർവാധികാരിയല്ലയോ?
ഇന്ന് കരുണയുടെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് കൃപായുഗത്തെ മിസ്യൂസ് ചെയ്യുന്ന അനേക വ്യാജ സ്പിരിറ്റുകള് ഇത്തരം വ്യാജ വർത്തമാനമായിട്ട് മനുഷ്യരുടെ ഉണ്ട്. ദൈവസ്നേഹം തന്നെ, ദൈവം കൃപയുള്ളവനാണ്, നിങ്ങൾ പറയുന്നത് പോലെ ഇതിനൊന്നും ആവശ്യമില്ല, ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞ് വഞ്ചിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളുണ്ട്. ഇതിനൊക്കെ റിലീവായി വരണമെങ്കിൽ വളരെ ആത്മാർത്ഥതയോടുകൂടെ, വളരെ ഡെഡിക്കേഷനോടുകൂടെ നിങ്ങൾ ഈ ക്ലാസ്സിൽ കേട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, 16-ാം നൂറ്റാണ്ടിന്റെ 16th സെഞ്ചുറിയുടെ ആരംഭം വരേക്കും ഫുൾ ഡാർക്ക്നെസ്സിലിരുന്ന ഒരു സമൂഹത്തെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റീഫോർമേഷനിൽ കൂടെ കടത്തിവിട്ട് ദൈവത്തിന്റെ സത്യവചനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പകർന്ന് എന്താണ് ദൈവവചനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ബൈബിൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ക്രിസ്തു നിങ്ങൾക്ക് ആരാണ്, ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തി മനുഷ്യനെ ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതാണ് സുവിശേഷം. അതാണ് ഞങ്ങൾ ബലമേൽപ്പിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഒരു മതത്തെ ഒരു മതത്തിലേക്ക് മാറ്റുവാനോ അല്ല. ഒരു വ്യക്തിയെയും രക്ഷിപ്പാൻ ഒരു മനുഷ്യന് സാധ്യമല്ല, അൺലെസ് അതർവൈസ് ഡ്രോൺ ബൈ ഗാഡ് ദ ഫാദർ ടുവേർഡ്സ് ക്രൈസ്റ്റ്. അവന്റെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളെവിടെ ഇതിനകത്ത് പറഞ്ഞല്ലോ, മനുഷ്യന്റെ സോളിനെ ഒരു വ്യക്തിക്ക് പോലും ഇതിൽ പ്രഷസ് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാം. ഇവിടെ സീറ്റാ ചെയ്തത് എന്തായിരുന്നു? അവന്റെ വാക്കുകളിൽ കൂടെ ഇൻഫ്ലുവൻസ് ചെയ്തു. സ്ത്രീയാണ് കമ്മിറ്റ് ചെയ്തത്. ഇതേപോലെ സുവിശേഷത്തിൽ കൂടെ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാനല്ലാതെ, ഞാൻ അടുത്ത ക്ലാസ് ദൈവകൃപ ചെയ്യാതെ കൺകൂടി ചെയ്യും, ലോകം കണ്ടതില്, യൂണിവേഴ്സ് കണ്ടതില് ദ ഗ്രേറ്റസ്റ്റ് എന്ന ഹ്യൂമൻ വേർഡ് സഫീഷ്യന്റ് അല്ല. മനുഷ്യ പ്രാണനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ദ യൂണിവേഴ്സില് മനുഷ്യര്, ഈ പ്രകൃതി മൊത്തം, ദൂതന്മാരും എല്ലാം അടങ്ങുന്ന പ്രപഞ്ചത്തില് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻഫ്ലുവൻസ് ആണ് യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്തം. ഈ പ്രായശ്ചിത്തത്തെ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ സോളിലേക്ക് സുവിശേഷം സത്വാർത്ത അറിയിച്ചുകൊണ്ട് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യല്ലാതെ നിങ്ങളെ ഒരു വിധത്തിലും ഫിസിക്കലായിട്ട് ചേഞ്ച് ചെയ്യുവാൻ ദൈവവചനം പഠിപ്പിക്കുന്നില്ല. കാരണം ദൈവരാജ്യം എക്സിസ്റ്റ് ചെയ്യുന്നത് മോറൽ ലോയിലാണ്, ഫിസിക്കൽ ലോയിലല്ല. മോറൽ ലോയുടെ അടിസ്ഥാനം കിടക്കുന്നത് ബൈ ഇൻഫ്ലുവൻസ്. യു ഹാവ് എ ഫ്രീ വിൽ ടു അക്സെപ്റ്റ് ഓർ റിജക്ട്. അതിനനുസരിച്ചാണ് നിങ്ങളുടെ വിധി ഇപ്പോൾ തന്നെ നടക്കുന്നത്. റിവീൽ ആകുന്നത് ക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിലാണ്. നിങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് അതിന്റെ ഫലം ഉണ്ടാകും, റിജക്ട് ചെയ്യുന്ന സമയത്തും അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് വളരെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ആക്ച്വലി ഇന്നത്തെ സബ്ജക്റ്റിലേക്ക് കടക്കാൻ സാധിച്ചില്ല. ദൈവം കൃപയാണെങ്കിൽ നാളെ ഈ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതായിരിക്കും. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താണ് കൃപയുടെ ആവശ്യം, ക്രിസ്തുവേശുവിന്റെ വീണ്ടെടുപ്പ് എന്താണ്, സ്തോത്രം, സൗജന്യമായ നീതീകരണം എങ്ങനെയാണ് നടക്കുന്നത്, എന്തുകൊണ്ട് പ്രായശ്ചിത്തത്തിന്റെ ആവശ്യം വന്നു. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് കടന്നു പോകും. നിങ്ങൾക്ക് അറിയാവുന്നവരോടും ക്രിസ്ത്യൻഡത്തിന് ആര് തന്നെയായിരുന്നാലും അവർ സ്വർഗത്തിൽ കാണണം നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അവരടുത്ത് ക്ലാസ്സുകൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറയുക. നിങ്ങൾ അവർ പറഞ്ഞു നോക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. ദൈവമേ കർത്താവ് ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിരമിക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യനുമായ ദൈവമേ സ്വർഗീയ പിതാവേ, കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും നിനക്ക് ഉയർത്തിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തെയും കർത്താവ് വിശദീകരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം ക്രൂശിനെ കരയറ്റുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു.